കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആദരണീയനായ കാന്തപുരം ഉസ്താദ് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിൽ നടത്തിയ നിർണായകമായ ഒരു ഇടപെടലിലൂടെ സർവരുടെയും ചർച്ചയ്ക്ക് വിഷയീഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് പരിചയമുള്ള കാന്തപുരം സുന്നിസം എന്ന് പറയുന്നത് സങ്കുചിതത്വത്തിൻ്റെയും മതവിഭാഗീയതയുടെയും ഒരു കമ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. എന്നാൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഇന്ത്യയിലെ ഒരു ഉത്തമ പൗരന് കാഴ്ചവെക്കാവുന്നതിൽ, പ്രദർശിപ്പിക്കാവുന്നതിൽ ഏറ്റവും ഉയർന്ന പൗരബോധവും ഏറ്റവും ഉയർന്ന ഇടപെടലുമാണ് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ നിൽക്കുകയാണ്. മുമ്പൊരു വീഡിയോയിൽ മുസ്ലിം നേതൃത്വം, ആഗോള മുസ്ലിം നേതൃത്വത്തിന് തന്നെ, അത്തരത്തിലുള്ള ഒരു ഇമാറത്തിന് തന്നെ അർഹതയുള്ള, പരിഗണിക്കപ്പെടാവുന്ന ഒരു നേതാവാണ് കാന്തപുരം ഉസ്താദ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാന്തപുരം സുന്നിസം എന്ന പേരിൽ നമ്മൾ അറിയുന്ന ഒരു പ്രത്യേക മത വീക്ഷണവും കാന്തപുരം ഉസ്താദും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും വളരെ ആദരിക്കുന്ന ബഹുസ്വര ബോധവും ദേശീയ ബോധവും സാർവദേശീയ വീക്ഷണവും ഔചിത്യബോധവും എല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിത്വം തന്നെയാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ഈ കാന്തപുരം സുന്നിസവും കാന്തപുരം ഉസ്താദും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഷാഫി മദ്ഹബും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിം രണ്ടാണ് എന്ന് പറയുന്നത് പോലെയാണ്. ഷാഫി മദ്ഹബ് എന്ന പേരിൽ നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സംഗതികളും, ഷാഫി മദ്ഹബിന്റെ അധ്യാപനങ്ങൾ എന്ന പേരിൽ കേരളീയർ അറിയുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടുള്ളതല്ല. അത് പിൽക്കാലത്ത് പല പണ്ഡിതന്മാരും കണ്ടെത്തിയ, ഇജ്തിഹാദ് നടത്തി കണ്ടെത്തിയ പല നിരീക്ഷണങ്ങളും ഇമാം ഷാഫിയിലേക്ക് ചേർത്ത് അത് ഷാഫി മദ്ഹബിന്റെ ഭാഗമാണ് എന്ന് അറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ സുന്നി വിഭാഗീയതയുടെ, സുന്നി വെകിളിത്തരത്തിന്റെ, സുന്നി വിറളിയുടെ പേരിൽ പല ആളുകളും കാട്ടിക്കൂട്ടുന്നത് കാന്തപുരം ഉസ്താദിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഒരു അവസ്ഥ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയ ഇടപെടൽ അത് വളരെ നിർണായകമാണ്. ഇത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും മാത്രമല്ല, മതമൂല്യങ്ങളുടെ പേരിൽ, മത അധ്യാപനങ്ങളുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അഭിമാനകരമായിട്ടുള്ള, അവർക്കെല്ലാം വളരെ ഉത്തേജനം നൽകുന്ന, അതായത് മതം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ മത വ്യക്തിത്വങ്ങൾ, മത അധ്യാപനങ്ങൾ രാഷ്ട്രത്തിന്റെ മാനവികതയുടെ ശരിയായ നന്മയ്ക്ക് വേണ്ടി, അതിൻ്റെ പുലർച്ചയ്ക്ക് വേണ്ടി, സാക്ഷാത്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്ന അധ്യാപനം, എന്ന സന്ദേശം നൽകാൻ കാന്തപുരം ഉസ്താദിന്റെ ഈ ഒരു ഇടപെടൽ ഉപകരിച്ചിട്ടുണ്ട്. മറ്റു പലരും നിസ്സഹായരായി നിന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വളരെ നിർണായകമായ ഒരു വിഷയത്തിൽ ഒരു ആശാകേന്ദ്രമായി വർത്തിക്കുവാൻ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞത് ചെറിയ ഒരു കാര്യമല്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുയായികളിൽ ചിലർ ചിലപ്പോഴൊക്കെ പ്രകടിപ്പിക്കാറുള്ള അനുചിതമായ അഭിപ്രായങ്ങളുടെയോ അല്ലെങ്കിൽ അനുചിതമായ ചില ഇടപെടലുകളുടെയോ പേരിൽ കാന്തപുരം ഉസ്താദിന്റെ മഹിതമായ പ്രഭാവത്തെ ഒരിക്കലും നമ്മൾ ചുരുക്കിക്കാണാൻ പാടില്ല. മുസ്ലിം സമുദായത്തിനും മാനവരാശിക്കും നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്കും തന്നെ അഭിമാനകരമായ, ചരിത്രപ്രധാനമായ ഇടപെടലാണ് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ അഅ്ലാമു ഹാദിഹിൽ ഉമ്മ എന്നുള്ള ഒരു പ്രയോഗം, അതായത് ഈ സമുദായത്തിലെ അലമുകൾ, ഈ സമുദായത്തിന്റെ പതാകകൾ, ഈ സമുദായത്തിന്റെ
അടയാളങ്ങൾ എന്ന് പറയാവുന്ന ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കാന്തപുരം ഉസ്താദ്. ചെറുപ്പകാലം മുതലേ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കാന്തപുരം ഉസ്താദ്. അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി മർക്കസിൽ പോയപ്പോൾ ഞാൻ ആരും അല്ലാതിരിക്കുമ്പോൾ തന്നെ, ഇപ്പോഴും അല്ല അന്നുമല്ല, വളരെ വാത്സല്യപൂർണമായി അദ്ദേഹം എന്നെ സ്വീകരിക്കുകയും അതുപോലെ വിശേഷങ്ങൾ ചോദിക്കുകയും എൻ്റെ ഗുരുനാഥന്റെ വിശേഷങ്ങൾ ചോദിക്കുകയും ഞാൻ പഠിച്ച സ്ഥാപനത്തിന്റെ ജാമിയ ബദരിയയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തപ്പോൾ വലിയൊരു മഹാന്റെ മുന്നിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്, അദ്ദേഹമാണല്ലോ ഇത്ര വിനയാന്വിതനായി പെരുമാറുന്നത് എന്ന് ഓർത്ത് ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനും അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള മറ്റു മുത്തഅല്ലിമീങ്ങളും ഒക്കെ മർക്കസിലെ സമ്മേളനത്തിന് പോകും. കാരന്തൂർ മർക്കസിന്റെ വാർഷികത്തിന് സന്നദ്ധാന സമ്മേളനത്തിന് പോകും. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കുകയും അതുപോലെ വണ്ടിക്കൂലിക്ക് കാശുണ്ടോ, തിരിച്ചു പോകാൻ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ടോ എന്നൊക്കെ വളരെ വാത്സല്യത്തോടു കൂടി കാന്തപുരം ഉസ്താദ് ചോദിക്കുകയും ചെയ്തിരുന്നതെല്ലാം ഞാൻ ഓർക്കുകയാണ്. നമുക്ക് എന്തെല്ലാം വിയോജിപ്പുകൾ ഒരാളോടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സംഘടനയോട് നമുക്കുണ്ടെങ്കിലും അവരെന്തെങ്കിലും നന്മ ചെയ്താൽ അതിനെ അഭിനന്ദിക്കാനും പുകഴ്ത്താനും പ്രശംസിക്കാനും നമ്മൾ യാതൊരു പിശുക്കും കാണിക്കരുത്. നമുക്ക് വിയോജിപ്പുള്ള സംഘടനക്കാർ അല്ലെങ്കിൽ ആ സംഘടനയുടെ നേതാക്കൾ എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പ്രശംസിച്ചാൽ മാത്രമാണ് അവരിൽ നിന്ന് തിന്മകളോ വ്യതിചലനങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് വിമർശിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിമർശനം തന്നെയാണല്ലോ പണി, കുറ്റം പറച്ചിൽ തന്നെയാണ് പണി. എന്ത് ചെയ്താലും ഇഷ്ടമില്ലാത്ത കാന്തപുരം തൊട്ടതെല്ലാം കുറ്റം, ഇതാണ് നമ്മുടെ നിലപാട് എങ്കിൽ പിന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നതിനൊരു വില ഉണ്ടാവില്ല. അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്ന രാജ്യസ്നേഹപരമായ, മനുഷ്യസ്നേഹപരമായ, ദേശസ്നേഹ പ്രചോദിതമായ കാര്യങ്ങളെയൊക്കെ നമ്മൾ യാതൊരു പിശുക്കും കൂടാതെ പ്രശംസിക്കാൻ, അതിനെ പുകഴ്ത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് അവരിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടാകുമ്പോൾ, എന്തെങ്കിലും തെറ്റുണ്ടാകുമ്പോൾ വിമർശിക്കാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ടാവുകയുള്ളൂ. ആ വിമർശനത്തിന് വിലയുണ്ടാകണമെങ്കിലും ആ ഒരു സമീപനം നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതല്ലാതെ പ്രതിപക്ഷ പാർട്ടിയുടെ ചുമതല ഭരണപക്ഷം ചെയ്യുന്നതിനെല്ലാം എതിർക്കലാണ് എന്ന് പറഞ്ഞ പോലെ കാന്തപുരം ചെയ്യുന്നതിനെല്ലാം കണ്ണും പൂട്ടി എതിർക്കുക, അവമതിക്കുക, അവഹേളിക്കുക, കുറ്റം പറയുക, അതിൽ ന്യൂനത കണ്ടെത്തുക, ഇതാണ് നമ്മുടെ പണിയെങ്കിൽ നമ്മൾ പറയുന്നതിനോ ചെയ്യുന്നതിനോ ഒന്നും യാതൊരു മൂല്യവും യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബഹുമാന്യരായ സഹോദരന്മാരെ, കാന്തപുരം ഉസ്താദ് എവിടെയെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയാൽ അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം വീണ് കിട്ടണം, അദ്ദേഹം പെട്ടുപോകുന്ന തരത്തിലുള്ള, അദ്ദേഹം കുഴപ്പത്തിൽ ചാടുന്ന തരത്തിലുള്ള എന്തെങ്കിലും മറുപടികൾ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണം എന്ന വെച്ചുകെട്ടോടുകൂടി പത്രസമ്മേളനങ്ങൾ അദ്ദേഹത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ചില മാധ്യമ പ്രവർത്തകരെ എനിക്കറിയാം. അപ്പൊ കാന്തപുരം ഉസ്താദ് മനുഷ്യരാശിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ഒന്നും അവർക്ക് ആവശ്യമില്ല. കാന്തപുരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേക്കാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കോ സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും കേട് വന്നേക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴ്ത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം അത്തരം വേദികളിൽ അദ്ദേഹത്തെ കാണാൻ പോകുന്ന ആളുകൾ ഒന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം തീർച്ചയായും കാന്തപുരം ഉസ്താദ് പ്രസരിപ്പിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജമാണ്. അദ്ദേഹം പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത്. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത, അല്ലാഹുവേ നീ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ ഒരിക്കലും നിന്ദ്യനാവുകയില്ല. വലാ യഇസ്സു മൻ ആദൈത, നീ ശത്രുത ആരോട് വിചാരിക്കുന്നുവോ അവൻ ഒരിക്കലും പ്രതാപമുള്ളവനും ആവുകയില്ല. അപ്പോ കാന്തപുരം ഉസ്താദിന് പ്രതാപം കൊടുക്കണമെന്നാണ്, യശസ് കൊടുക്കണമെന്നാണ്, കീർത്തി കൊടുക്കണമെന്നാണ്, അന്തസ് കൊടുക്കണമെന്നാണ് പടച്ച തമ്പുരാന്റെ തീരുമാനമെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ശക്തികളും ഒരുമിച്ച് കൂടിയാലും കാന്തപുരം ഉസ്താദിനെ നിന്ദിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇസ്സത്തും പ്രതാപവും യശസ്സും
കാന്തപുരം ഉസ്താദിന് കിട്ടുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവോപരി പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ. പടച്ചവനെ, തുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം കൊടുക്കുന്നു. വ തുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദിത കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ കാന്തപുരം ഉസ്താദിന് ഇസ്സത്ത് കിട്ടുന്നത് കണ്ട് ആര് കിടന്ന് കരഞ്ഞിട്ടും കാര്യമില്ല. കാന്തപുരം ഉസ്താദിന് ദില്ലത്ത് വരാൻ വേണ്ടി, ഇഹാനത്തുണ്ടാകാൻ വേണ്ടി, നിന്ദിത ഉണ്ടാകാൻ വേണ്ടി ആര് കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചിട്ടും കാര്യമില്ല. കാന്തപുരം ഉസ്താദിന്റെ മഹത്വം തിരിച്ചറിയേണ്ടവർ, അവർ ഈ രാജ്യത്ത്, ഈ ലോകത്ത് അത് തിരിച്ചറിയുന്നു. കാന്തപുരം ഉസ്താദിന്റെ കാന്തപുരം ഉസ്താദിന് അല്ലാഹു തആല നൽകിയ ആ ധന്യമായ ജീവിതത്തിനുള്ളിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ നന്മകളും ഈ രാജ്യത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെയും ഓർക്കുന്നത് അത് തന്നെയാണ്. ഈ യാത്രക്കിടയിലൊക്കെ പ്രത്യേകിച്ച് നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം ഏതെങ്കിലും ഒരു തെക്കാവിൽ അല്ലെങ്കിൽ നിസ്കാര പള്ളിയിൽ കയറിയാൽ പലപ്പോഴും അവിടെ വളരെ പാവപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും, ഇമാമിയങ്ങളൊക്കെ ആയിരിക്കും, മുസ്ലിയാക്കന്മാരൊക്കെ ആയിരിക്കും ഇമാമത്തിന് ഉണ്ടാവുക. അപ്പോ അവരോട് വിശേഷങ്ങൾ ചോദിച്ച് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, അതായത് ഒരു പ്രയാസക്കാരനായ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രയാസമുള്ള ഒരാളാണ് ആ മുസ്ലിയാർ അല്ലെങ്കിൽ ആ മൊല്ലാക്ക എന്നറിഞ്ഞാൽ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോ ഉള്ളതെന്തോ നേരിട്ട് അപ്പൊ തന്നെ കൊടുക്കും. ഈ ഒരു ഉദാരതയാണ് പല ആളുകൾക്കും കാന്തപുരം കാന്തശക്തി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും കാന്തപുരം ഉസ്താദിനെ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള കാന്തികമായ ഒരു ശക്തി അതുണ്ട് എന്നുള്ളത് അതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ടാണ് ജനലക്ഷങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ അഖീദയോടോ അദ്ദേഹത്തിന്റെ ഫിഖ്ഹിനോടോ സംഘടനാ സമീപനങ്ങളോടോ ഒക്കെ വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷെ ആ വ്യക്തിത്വത്തെ നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടാണ് കാന്തപുരത്തിന് ഇങ്ങനെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നത്? നമ്മൾ ഇപ്പോ അദ്ദേഹം ഈ വിഷയത്തിൽ, നിമിഷപ്രിയയുടെ വിഷയത്തിൽ അദ്ദേഹം ബന്ധപ്പെട്ട് സംസാരിച്ച യമനിലെ ആ ഷെയ്ഖ് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു തബ്ലീഗ് അനുകൂലി കൂടിയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അതിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരാളാണ്. കാന്തപുരം ഉസ്താദുമായി ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ നടത്തിയ, ചർച്ചകളിൽ പങ്കെടുത്ത ആ ഷെയ്ഖ്, യമനിലെ ആ ഷെയ്ഖ്. കാന്തപുരം ഉസ്താദ് തബ്ലീഗിനെ എതിർക്കുന്നയാളാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം തബ്ലീഗിന്റെ അനുകൂലിയാണ് എന്ന് കാന്തപുരം ഉസ്താദിനും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, നമ്മളെക്കാളെല്ലാം ഉപരി മൊത്തം ഈ സമൂഹത്തിന്റെ വീക്ഷണങ്ങളിലെ, നയസമീപനങ്ങളിലെ, അതുപോലെ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലെ ബഹുസ്വരതയെ ആവശ്യമായ അളവോളം അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമവായ വ്യക്തിത്വം തന്നെയാണ് കാന്തപുരം ഉസ്താദ്. യമനിലെ ആ ഷെയ്ഖും അങ്ങനെ തന്നെയാണ്. മഹാന്മാർക്ക് മഹാന്മാര് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഏതെങ്കിലുമൊക്കെ ഊച്ചാളികൾ കാന്തപുരം ശിർക്ക്, അങ്ങനെ ഇങ്ങനെ, മുടി കണകുണ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പൊ എൻ്റെ പൊന്നു മക്കളെ, അതൊക്കെ നിർത്തിയിട്ട് നന്നാവാൻ നോക്കുക. വിമർശനങ്ങളെ ആവശ്യമുള്ള അളവിൽ മാത്രം ഉപയോഗിക്കുക. അതാതിൻ്റെ അതിർവരമ്പുകളിൽ നിൽക്കുക. അല്ലാണ്ട് കാന്തപുരം വിരുദ്ധത മാത്രം നിങ്ങൾ ഒരു വികാരമായി കൊണ്ടു നടന്നാൽ മൂത്തു ബിഗൊയിലിക്കും, നിങ്ങളുടെ ആ രോഷം കൊണ്ട് നിങ്ങൾ പോയി തൊലയുക എന്ന് പറഞ്ഞ പോലെ തൊലയാനായിരിക്കും അത്തരം കാന്തപുരം വിരോധികളുടെ യോഗം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. കാന്തപുരം ഉസ്താദ് ഇടപെട്ട ഈ സംഭവത്തിന് വളരെ സന്തോഷകരമായ ഒരു പര്യവസാനം ഉണ്ടാകട്ടെ. മലയാളിയായ സഹോദരിയുടെ ജയിൽ വിമോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ. വധശിക്ഷയിൽ നിന്നും ഒഴിവായി കിട്ടട്ടെ. ആ കുട്ടി സുരക്ഷിതയായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തട്ടെ. നമ്മുടെ കേരളീയ മനസ്സിന്റെ ആ പ്രാർത്ഥന സഫലമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ.